വീട് പെയിന്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. നല്ല കളറായിട്ട് ആരും സെലക്ട് ഡാ അവിടെ ചെരുപ്പിട്ടേ കയറില്ല. അയ്യോ പാടായ കേട്ടോ ഡാ ആ ചേരുന്ന ഇതെങ്ങനെ ചാടല്ലേ, അത് പൊട്ടും. ഒന്ന് അടി കിട്ടിട്ടാ ഒന്നും പറയണ്ട. അവിടെ ആകുമ്പോഴും ഇങ്ങനെ തന്നെ ഒരു സ്ഥലത്തിരിക്കില്ല ചെക്കൻ. അങ്ങോട്ട് ചാടി ഇങ്ങോട്ട്. അയ്യോ അയ്യോ പൊട്ടി. ഞാൻ പറഞ്ഞില്ലേ ഇത് പൊട്ടുന്ന്. അടി കിട്ടും നിനക്ക് കേട്ടോ. ഇറങ്ങി എന്റെ പേരുന്ന്. ഞാൻ പൊട്ടി. പുതിയതാ അല്ലാതെ കുഴപ്പം. സോറി പറ ആന്റിനോട്. ആ ചെക്കനാ ബെഡിൽ മുള്ളി. പുതിയ ബെഡല്ലല്ലോ അല്ലേ, ഒന്ന് വെയിലത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചാൽ മതിയായിരിക്കും. അത് ശരിയാവും കേട്ടോ. ഞാൻ നിങ്ങളായത് കുഴപ്പമില്ല. മറ്റേ എന്റെ നാത്തൂന്റെ വീട്ടിൽ പോയിട്ടേ ഓളുടെ ആങ്ങളുടെ കല്യാണ സമയത്ത് വാങ്ങിയ ബെഡാണെന്നും പറഞ്ഞിട്ട് ഇല്ലാത്ത പുകിലില്ല. ഇവ മൂത്തൊഴിച്ചിട്ട് ഇവരോട് മുള്ളിയിട്ട് കിടക്കാൻ പറഞ്ഞ ചെക്കൻ കിടക്കില്ല. എന്താടാ ഏത് സാധനം ഇതോ? അയ്യോ ഇത് ഇവിടുത്തെ ഏട്ടന്റെ കളിക്കണാണ്. ഇതെടുക്കണ്ട, ഇത് പണ്ട് കളിച്ചിരുന്നാ തോന്നുന്നു അല്ലേ. അയ്യോ അത് വേണ്ട, ഏട്ടൻ എടുത്തു വെച്ചല്ലേ. വേണം എന്ന് പറയാ. ഇന്ന് ഒരെണ്ണം എടുത്തരാം, ഒരെണ്ണം എടുക്കാം അല്ലേ. നശിപ്പിക്കരുത്. എന്ത് കിട്ടിയാലും നശിപ്പിക്കും. ഇപ്പൊ നിങ്ങളായോണ്ട് കുഴപ്പമില്ല. അവിടെ സാവിത്രി ടീച്ചറെ വീട്ടിൽ പോയിട്ടേ അവിടുത്തെ മോളുടെ കുട്ടിയുടെ എന്തോ ഒരു സാധനം എടുത്തത് പൊട്ടിച്ചു. എന്ത് കൊടുത്താലും നശിപ്പിക്കുകയും ചെയ്യൂട്ടാ ചെക്കൻ. എടുത്തു തരാം അത്. അപ്പൊ എന്താ വെച്ചാൽ അവരുടെ മുഖം ഇത്ര ആ പൂരത്തിന് പോയിട്ട് ഒന്നും പറയണ്ട. പൂരസമയം മുഴുവനും മുഖം കുട്ടിക്കാലം പോലെയായിരുന്നു. കണ്ടാ ഇവ വായെടുത്ത ഈ വാക്ക് ഇപ്പൊ പറയുന്നുള്ളൂ. അടി കിട്ടുവാണ് കേട്ടാ. എന്തിനാ